വാൾക്കരോ ആൾ കേരള കബഡി ടൂർണമെന്റ് വേദിയായി കോഴിക്കോട് നല്ലളം ഗ്രാമം. ഏകദിന ടൂർണമെന്റിൽ MES മാടപ്പള്ളിയും ഗജമുഖ കണ്ണഞ്ചേരിയും ജേതാക്കളായി. ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ സ്ത്രീ പങ്കാളിത്തം കൊണ്ടും കബഡി ടൂർണമെന്റ് ശ്രദ്ധേയമായി. കളത്തിൽ നിറഞ്ഞു കളിച്ചു കരുത്തന്മാർ. അവസാന നിമിഷം വരെ നീണ്ടുനിന്ന പോരാട്ടവീര്യവും ചെറുത്തുനിൽപ്പും ആവേശം പകർന്ന് കാണികളും ടീമുകൾക്കൊപ്പം നിന്നതോടെ വാൾക്കരോ ഓൾ കേരള കബഡി മത്സരം കളറായി മാറി. പുരുഷ വിഭാഗത്തിൽ ഫൈറ്റേഴ്സ് അരീക്കോടിനെ പരാജയപ്പെടുത്തി MES മാടപ്പള്ളിയും വനിതാ വിഭാഗത്തിൽ ഗജമുഖ കണ്ണഞ്ചേരിയും ജേതാക്കളായി. കബഡി ടൂർണമെന്റ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജനങ്ങളാകെ ഒരു മനസ്സൊരു ശരീരവുമായി ഏറ്റെടുത്തിരിക്കുകയാണ്. കായിക മേഖല കൂടുതൽ ഉണരേണ്ട സമയമാണ്. കായിക മേഖലയിൽ കൂടുതൽ കളി ഇടങ്ങളും ടൂർണമെൻറ്റുകളും ഇല്ലാത്തതിൻ്റെ ഭാഗമായി മറ്റും ആളുകൾ പല നിലയിലേക്ക് പോകുന്നു. ജനസാന്ദ്രത നിറഞ്ഞ നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ടുകൾ കുറവാണ്, ഇതുപോലുള്ള ടൂർണമെൻറ്റുകൾ കുറവാണ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരും ചേർന്ന് നടത്തുകയാണ്, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുകയാണ്. അതിനൊക്കെ ഗുണമാണ് ഇത്തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റ്. 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 50,000, 30,000 രൂപയുമാണ് സമ്മാന തുക. 3ഉം 4ഉം സ്ഥാനക്കാർക്ക് 10,000 രൂപയും കൈമാറി. ടൂർണമെന്റിൽ 12 പുരുഷ ടീമുകളും 4 വനിതാ ടീമുകളുമാണ് മാറ്റുരച്ചത്. നല്ലളം ഈവനിംഗ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 47ാം വാർഷികത്തിന്റെ ഭാഗമായാണ് കബഡി മത്സരം സംഘടിപ്പിച്ചത്. ജനം, കോഴിക്കോട്.